സംസ്കാരശൂന്യമായിട്ടുള്ള ഒരു ഭരണാധിപന്മാർ ഭരണം നടത്തുന്ന രാജ്യത്ത് കുതിര കച്ചവടം എന്ന് പറയുന്നത് അവരുടെ രക്തത്തിന്റെ അവരുടെ അനുയായികൾ രാപ്പകൽ അധ്വാനിച്ചു. കൂടാതെ വോട്ട് ചെയ്യുന്ന ആളുകൾ വെയിലോ മഴയോ മഞ്ഞോ ഒന്നും വകവെക്കാതെ പോയി വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് സമ്പാദ്യങ്ങൾ കിട്ടുമ്പോൾ, അവർക്ക് കുറച്ച് പൈസ കിട്ടിക്കഴിയുമ്പോൾ, അവരുടെ കുടുംബത്തിന്റെ ഭദ്രത എല്ലാം ശരിയാക്കാമെന്ന് കാണുമ്പോൾ കാലുമാറി കൂറുമാറി കുതിരക്കച്ചവടത്തിൽ വീണുപോകുന്ന നശിച്ച ഒരു സമ്പ്രദായമാണ്. ആ കുതിരക്കച്ചവടത്തിൽ നടത്തുന്നവരും അതിൽ പെട്ടുപോകുന്നവരും ഒരുപോലെ ശിക്ഷിക്കപ്പെടേണ്ടുന്നവരാണ്. നമ്മുടെ കേരളത്തിലുണ്ട് അങ്ങനെയുള്ള ചില കുടുംബാധിപത്യ പാർട്ടികളൊക്കെ. ഇന്നിപ്പം ഒരു പാർട്ടി അസ്തമിച്ചു പോയ പോലെയാണ്. കാരണം അതിനകത്തൊരു MLA ഒന്നുമില്ല. നമ്മുടെ കൊട്ടാരക്കരയിൽ മത്സരിച്ച മുൻ മന്ത്രിയൊക്കെ പരാജയപ്പെട്ടു കുടുംബ പാർട്ടിയായിട്ട് വന്നതാണ്. തോന്നുന്നു പോയിട്ട് ഓരോ പാർട്ടി ഉണ്ടാക്കിയിട്ട് അവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം നിലനിൽക്കുന്ന പാർട്ടി ആകുമ്പോൾ അതൊന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കലല്ല, മറിച്ച് അവൻ്റെ കുടുംബാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയം ജനവിധിയെ സംരക്ഷിക്കുമോ അധികാര രാഷ്ട്രീയത്തെ ന്യായീകരിക്കുമോ? മഹാരാഷ്ട്ര കേസിനെ ബേസ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ അർത്ഥപൂർണമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പൊളിറ്റിക്സ് ഈസ് ദ സ്ട്രഗിൾ ഓഫ് മെമ്മറി അഗെയിൻസ്റ്റ് ഫൊർഗെറ്റിംഗ് എന്ന് മിലാൻ കുന്ദേര വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം എന്നത് മറവിക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമാണ്. ഈ വാക്കുകൾ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ അതിശയകരമായി പ്രതിഫലിപ്പിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിന് ശേഷവും ജനങ്ങൾ നൽകിയ വിധി രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങളുടെയും കൂറുമാറ്റങ്ങളുടെയും സംഖ്യാകളികളുടെയും ഇടയിൽ മറന്നു പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ ലോട്ടസ് അതൊക്കെ ഇനി എത്ര കാലം നിലനിൽക്കുമെന്നുള്ളത് നമുക്ക് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ജനാധിപത്യത്തിൽ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? ജനങ്ങളോ പാർട്ടിയോ അതോ അധികാരം കൈവശമുള്ള ഏതാനും ജനപ്രതിനിധികളോ? ഈ മൂന്ന് കാര്യങ്ങളിലെ വളരെ കൃത്യമായിട്ടുള്ള ചില ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് പുതിയ വെളിച്ചം നമുക്ക് നൽകുകയാണ്. നിയമസഭയിലെ ഭൂരിപക്ഷം മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാപരമായ അധികാരത്തെ ഇല്ലാതാക്കുന്നില്ല എന്ന കോടതിയുടെ നിരീക്ഷണം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക ഭരണഘടനാ ചർച്ചയായിട്ട് മാറ്റപ്പെടേണ്ടതാണ്. ജനങ്ങൾ വ്യക്തികൾക്കാണോ വോട്ട് ചെയ്യുന്നത് അതോ പാർട്ടിക്കാണോ എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിക്കണം. ഒരു സാധാരണ വോട്ടർ ബാലറ്റിൽ അമർത്തുന്ന ബട്ടൺ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഒരാശയത്തിനും ഒരു നയത്തിനും ഒരു രാഷ്ട്രീയ ദിശയ്ക്കുമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും മറ്റും നമുക്കത് നന്നായിട്ട് അറിയാവുന്നവരാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരിനൊപ്പം പാർട്ടിയുടെ ചിഹ്നവും എന്തുകൊണ്ടാണ് പിന്നീട് അച്ചടിച്ചിരിക്കുന്നതെന്നും കൂടി പരിശോധിക്കണം. ഇപ്പോൾ ഒരു വ്യക്തിക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ പാർട്ടിയുടെ ചിഹ്നത്തിന് യാതൊരു പ്രസക്തിയും ഉണ്ടാകുകയില്ല. അവർ സ്വതന്ത്രമായിട്ടാണല്ലോ മത്സരിക്കുക. അങ്ങനെ വരുമ്പോൾ അങ്ങനെയല്ലല്ലോ. നമ്മളൊരു പാർട്ടി ചിഹ്നത്തിന് വോട്ട് ചെയ്യുമ്പോൾ ആ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കാരണം ജനങ്ങൾ പലപ്പോഴും വ്യക്തിയേക്കാൾ പാർട്ടിയുടെ നയങ്ങളെയാണ് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ജനപ്രതിനിധി തന്റെ രാഷ്ട്രീയ വിശ്വസ്തത മാറ്റുമ്പോൾ അദ്ദേഹം ഒരു പാർട്ടി മാത്രമല്ല ജനങ്ങളുടെ വിധിയും മാറ്റുകയാണ് ചെയ്യുന്നത്. കൂറുമാറ്റത്തിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ കുതിരക്കച്ചവടത്തിന്റെ രാഷ്ട്രീയം എന്നാണ് ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1985 ഭരണഘടനയിൽ 10ാം പട്ടിക ഉൾപ്പെടുത്തി കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത് തന്നെ വെറുതെ അല്ല. ആയാറാം ഗായാറാം എന്ന രാഷ്ട്രീയ സംസ്കാരം ഇന്ത്യൻ ജനാധിപത്യത്തെ അസ്ഥിരമാക്കിയപ്പോൾ അതിനെ തടയാനായിട്ടായിരുന്നു ഈ നിയമം കൊണ്ടുവന്നത്. എന്നാൽ ഇന്ന് നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് കൂറുമാറ്റം നടത്തി സർക്കാരുകൾ അട്ടിമറിക്കുന്ന പ്രവണത വർദ്ധിച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ പഞ്ചാബിൽ നിന്നൊക്കെ ജയിച്ചു വന്നിട്ടുള്ള ആ MP-മാർ അവര് BJPക്കെതിരെ വാദിച്ചുകൊണ്ടാണ് വോട്ട് വാങ്ങി വന്നത്. എന്നാൽ അവരെ BJPയുമായിട്ട് പിന്നെ കൂട്ടുകൂടുമ്പോൾ ഓപ്പറേഷൻ ലോട്ടസിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ അവരുടെ ധാർമ്മികത എവിടെയാണ്? അവർ അന്തസ്സുള്ളവരായിരുന്നെങ്കിൽ അവർ റിസൈൻ ചെയ്തിട്ട് ജനവിധി തേടുകയായിരുന്നു വേണ്ടത്. ഞങ്ങൾ ലോട്ടസിന്റെ പേരിൽ തന്നെ മത്സരിച്ച് ജയിച്ചുകൊള്ളാം എന്ന് പറയാനുള്ള ആർജവം അവർക്കില്ല എന്നുള്ള ലജ്ജാവഹമായ കാര്യം. അവർക്ക് നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനെ MP-മാരായിട്ടിരിക്കുന്നത് തന്നെ നമുക്കയ്യോ കഷ്ടം, നമുക്കയ്യോ ലജ്ജ എന്നേ പറയാനായിട്ടുള്ളൂ. കർണാടകയിൽ സർക്കാർ വീണു, മധ്യപ്രദേശിൽ സർക്കാർ മാറി, ഗോവയിൽ പാർട്ടി മാറലുകൾ നടന്നു, മണിപ്പൂരിൽ രാഷ്ട്രീയ അസ്ഥിരത തുടരുന്നു, മഹാരാഷ്ട്രയിൽ ശിവസേന 2ആയിട്ട് പിളർന്നു. ഇവയെല്ലാം ഒരു വലിയ ചോദ്യം ഉയർത്തുകയാണ്.
ജനവിധിയേക്കാൾ വലിയതാണോ രാഷ്ട്രീയ കുതിരക്കച്ചവടം? മഹാരാഷ്ട്ര കേസിനെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. ഇതൊരു സംസ്ഥാനത്തിൻ്റെ പ്രശ്നം മാത്രമായിട്ട് നമ്മൾ കാണരുത്. മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് ഒരു പാർട്ടിയിലെ ആഭ്യന്തര തർക്കം മാത്രമായിരുന്നില്ല. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ പരീക്ഷിച്ച ഒരു സംഭവമായിരുന്നു. നിയമസഭയിലെ കൂടുതൽ MLA-മാർ ഒരു വിഭാഗത്തോടൊപ്പം നിന്നാൽ അവർ തന്നെയാണോ യഥാർത്ഥ പാർട്ടി, അതോ പാർട്ടിയുടെ ഭരണഘടനയും സംഘടനാപരമായ നേതൃത്വമാണോ യഥാർത്ഥ അധികാരം? ഇതാണ് പ്രധാനമായിട്ട് ചോദിക്കേണ്ടുന്ന ചോദ്യം. സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണം രണ്ടാമത്തെ നിലപാടാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാണ്. അതെന്താണ്? അത് പാർട്ടിയുടെ ഭരണഘടനയും സംഘടനാപരമായ നേതൃത്വമാണ് യഥാർത്ഥ അധികാരം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. സംഖ്യാബലമോ ഭരണഘടനയോ, ഇതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. ജനാധിപത്യം വെറും അക്കങ്ങളുടെ കളിയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഹിറ്റ്ലറും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പല ഏകാധിപത്യ ഭരണങ്ങളും ഭൂരിപക്ഷത്തിന്റെ പേരിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭൂരിപക്ഷം മാത്രം നീതിയുടെ മാനദണ്ഡമല്ല, ഭരണഘടനയാണ് ജനാധിപത്യത്തിന്റെ ആത്മാവ്. അത് നമ്മൾ വിസ്മരിക്കരുത്. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ സഭയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇങ്ങനെയാണ്: കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഈസ് നോട്ട് എ നാച്ചുറൽ സെന്റിമെന്റ്, ഇറ്റ് ഹാസ് ടു ബി കൾട്ടിവേറ്റഡ്. എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായ ധാർമ്മികത സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നല്ല, അത് വളർത്തിയെടുക്കേണ്ടുന്ന ഒരു സംസ്കാരമാണ്. സംസ്കാരശൂന്യമായിട്ടുള്ള ഒരു ഭരണാധിപന്മാർ ഭരണം നടത്തുന്ന രാജ്യത്ത് കുതിരക്കച്ചവടം എന്ന് പറയുന്നത് അവരുടെ രക്തത്തിൻ്റെ സർക്കുലേഷനാണ്, രക്തത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ചിന്തകളിലെ മാസ്മരിസമാണ്. അവർക്ക് അതിനെക്കുറിച്ചല്ലാതെ അപ്പുറത്തേക്ക് ന്യായമായിട്ടുള്ള നീതിയായിട്ടും ചിന്തിക്കാൻ പോലും കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഈ ഭരണഘടനാ ധാർമ്മികതയുടെ അഭാവമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പാർട്ടിയുടെ പരമാധികാരം എന്നതിൻ്റെ അർത്ഥം പാർട്ടിക്ക് പരമാധികാരം വേണമെന്നത് ഏകാധിപത്യം വേണമെന്നല്ല, അത് മറന്നുപോരുത്. അതിൻ്റെ അർത്ഥം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ സംരക്ഷിക്കണം, പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം സംരക്ഷിക്കണം, ജനങ്ങളുടെ വിശ്വാസം വഞ്ചിക്കരുത്. ഒരു MLA-യുടെ വ്യക്തിപരമായ താല്പര്യം ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ തീരുമാനത്തെ മറികടക്കാൻ പാടില്ല. ഒരു MLA-യോ MP-യോ ലക്ഷക്കണക്കിന് വോട്ടർമാരെ അപ്രോച്ച് ചെയ്ത് അവർ രാപ്പകൽ അല്ലെങ്കിൽ അവരുടെ അനുയായികൾ രാപ്പകൽ അധ്വാനിച്ചു. കൂടാതെ വോട്ട് ചെയ്യുന്ന ആളുകൾ വെയിലോ മഴയോ മഞ്ഞോ ഒന്നും വകവെക്കാതെ പോയി വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് സമ്പാദ്യങ്ങൾ കിട്ടുമ്പോൾ, അവർക്ക് കുറച്ച് പൈസ കിട്ടിക്കഴിയുമ്പോൾ, അവരുടെ കുടുംബത്തിൻ്റെ ഭദ്രത എല്ലാം ശരിയാക്കാമെന്ന് കാണുമ്പോൾ കാലുമാറി കൂറുമാറി കുതിരക്കച്ചവടത്തിൽ വീണു പോകുന്ന നശിച്ച ഒരു സമ്പ്രദായമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ആ കുതിരക്കച്ചവടത്തിൽ നടത്തുന്നവരും അതിൽ പെട്ടുപോകുന്നവരും ഒരുപോലെ ശിക്ഷിക്കപ്പെടേണ്ടുന്നവരാണ്. അവരെ നമ്മൾ ഒരു കാരണവശാലും മനുഷ്യരായിട്ട്, ധാർമ്മികതയുള്ള മനുഷ്യരായിട്ട് അംഗീകരിക്കാനോ അവർക്ക് സ്തുതി പാടാനോ നിൽക്കുകയാണെങ്കിൽ അവരും മ്ലേച്ഛതയുടെ പര്യായങ്ങളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും ആത്മപരിശോധന നടത്തണം ഒരു കാര്യത്തിൽ. എന്താണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. പാർട്ടി നേതൃത്വം ആഭ്യന്തര ജനാധിപത്യം ഉറപ്പാക്കണം, വിമർശനങ്ങളെ അംഗീകരിക്കണം. നമുക്കറിയാം ബംഗാളിൽ ഈ അടുത്ത സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ. പാർട്ടി അതിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീമതി മമതാ ബാനർജി കുറച്ചും കൂടെ അവരെ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ, അവരെ കേട്ടിരുന്നെങ്കിൽ, കുടുംബാധിപത്യത്തിൽ നിന്ന് അവരൊന്ന് വ്യതിചലിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ അവിടുത്തെ ആ ഒരു കുതിരക്കച്ചവടത്തിന് തടയിടാൻ കഴിയുമായിരുന്നു. മാത്രമല്ല, വ്യക്തിപൂജ ഒഴിവാക്കണം, കുടുംബാധിപത്യം അവസാനിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, മമതാ ബാനർജിയുടെ പോലെയുള്ള അതേപോലെ ഓരോ ലോക്കൽ പാർട്ടികൾ കുടുംബാധിപത്യത്തിൽ മാത്രം നിൽക്കുന്ന പാർട്ടികളാണ്. നമ്മുടെ കേരളത്തിലുണ്ട് അങ്ങനെയുള്ള ചില കുടുംബാധിപത്യ പാർട്ടികളൊക്കെ. ഇന്നിപ്പം ഒരു പാർട്ടി അസ്തമിച്ചു പോയ പോലെയാണ്. കാരണം അതിനകത്തൊരു MLA ഒന്നുമില്ല. നമ്മുടെ കൊട്ടാരക്കരയിൽ മത്സരിച്ച മുൻ മന്ത്രിയൊക്കെ പരാജയപ്പെട്ട് കുടുംബ പാർട്ടിയായിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുടുംബാധിപത്യമൊക്കെ അവസാനിപ്പിക്കണം. പാർട്ടി ജനാധിപത്യപരമാകുമ്പോഴേ ജനാധിപത്യം ശക്തമാകും. തോന്നുന്നു പോയിട്ട് ഓരോ പാർട്ടി ഉണ്ടാക്കിയിട്ട് അവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം നിലനിൽക്കുന്ന പാർട്ടി ആകുമ്പോൾ അതൊന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കലല്ല, മറിച്ച് അവൻ്റെ കുടുംബാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും സ്പീക്കറുടെയും ഉത്തരവാദിത്തം കൂറുമാറ്റ കേസുകൾ വർഷങ്ങളോളം നീണ്ടുപോകുന്നത് ജനാധിപത്യത്തെ ദുർബലമാക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നീതി വൈകുമ്പോൾ അനീതി വിജയിക്കുന്നു എന്നുള്ളതും
നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കേസുകൾ ഉടൻ തീർപ്പാക്കാൻ ഉള്ള സംവിധാനം കൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഇത്തരണത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഹൃദയങ്ങളുടെ ഒരു താല്പര്യമാണ്. ഇനി ഞാൻ ഇന്ത്യ എങ്ങോട്ടാവുന്നു പോകുന്നത് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഇന്ത്യക്ക് മുന്നിലുള്ള വലിയ ചോദ്യം ഇതാണ്: നാം ജനാധിപത്യത്തെ സംരക്ഷിക്കുകയാണോ അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയത്തെ നിയമപരമാക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞിട്ട് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ ജനാധിപത്യം തകരുന്നു എന്നുള്ളത് മറന്നു പോകണ്ട. ജനങ്ങളുടെ വോട്ട് 5 വർഷത്തേക്കുള്ള വിശ്വാസപത്രമാണ്. അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയ വിലപേശലിലൂടെ മാറ്റാൻ അനുവദിച്ചാൽ ജനാധിപത്യം വെറും തെരഞ്ഞെടുപ്പ് യന്ത്രമായി മാത്രം മാറും. ഇപ്പോൾ തന്നെ ഏകദേശം അങ്ങനെ ആയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് പലതും നിലനിൽക്കുന്നത്. അവർക്ക് നേടിയെടുക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ അതിലേക്ക് ജനാധിപത്യം അധപ്പതിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മൾ ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ സ്വതന്ത്രരാണോ, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയക്കാരുടെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാണോ എന്നും കൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇതിൽ നിന്ന് യുവജനങ്ങൾ എന്ത് പഠിക്കണം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രാഷ്ട്രീയം ശത്രുതയുടെ പേരല്ല, അത് ജനസേവനത്തിന്റെ പേരാണെന്നുള്ളത് യുവജനങ്ങളായിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കണം. അധികാരത്തിന്റെ പേരല്ല, മറിച്ച് ഉത്തരവാദിത്വത്തിന്റെ പേരാണെന്നുള്ളത് കുഞ്ഞുങ്ങളെ നിങ്ങൾ അറിയണം. ഒരു നല്ല ജനപ്രതിനിധി പാർട്ടി മാറുന്നതിലൂടെ വലിയവനാകുന്നില്ല. ജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തി മഹാനാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഏബ്രഹാം ലിങ്കൻ ജനാധിപത്യത്തെ നിർവചിച്ചത് ഇങ്ങനെയാണ്: ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ജനങ്ങളുടെയും ജനങ്ങളാൽ നടത്തപ്പെടുന്നതും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതുമായ ഭരണമാണ് ജനാധിപത്യം. ഇന്ത്യൻ ഭരണഘടനയും ഇതേ ആത്മാവാണ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒരു നേതാവിനെയോ സംരക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ജനങ്ങൾ നൽകിയ വിശ്വാസം സംരക്ഷിക്കുന്നത് എന്ന് ഈ രാഷ്ട്രീയ ഭുങ്കുവന്മാർ അറിഞ്ഞിരിക്കണം. മഹാരാഷ്ട്ര കേസിലെ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ ഒരു നിയമപരമായ അഭിപ്രായം മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന് നൽകിയ ശക്തമായ ധാർമ്മിക സന്ദേശമാണ്. ജനവിധിയെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ ഭാവി. ഇന്ത്യക്കൊരു ഭാവി ഉണ്ടെങ്കിൽ അതുണ്ടാകുന്നത് ജനവിധിയെ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അധികാരത്തെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയമല്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഓരോ വോട്ടേഴ്സും വളരെ കൃത്യമായിട്ട് വോട്ട് അഭ്യർത്ഥിച്ചു വരുന്ന MP-മാരായിരുന്നാലും MLA-മാരായിരുന്നാലും അവരോട് മുഖത്ത് നോക്കി പറയാൻ സാധിക്കണം. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ ഉടനീളം അത് പറയാനുള്ള ആർജവം ഉള്ളപ്പോഴാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര ഇന്ത്യയാണെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുള്ളൂ. ഞാനിതൊക്കെ ഇത്രയും കർക്കശമായിട്ട് പറയുന്നത് ജനാധിപത്യബോധവും പൗരത്വബോധവും നമ്മുടെ സ്കൂളുകളിലൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ കുട്ടികളെയൊക്കെ നിങ്ങളിത് കേൾപ്പിക്കണം. അപ്പം ജനങ്ങളുടെ വോട്ട് വിലപേശാനുള്ള വസ്തുവല്ല, അത് ഭരണഘടനയുടെ വിശുദ്ധമായ വിശ്വാസമാണ്. ഈ വിശ്വാസം സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ഇന്ത്യ യഥാർത്ഥ അർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാകുന്നത്. ആ ജനാധിപത്യ രാഷ്ട്രത്തിൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കുവാൻ സാധിക്കുമ്പോൾ നമ്മൾ ധന്യരായിത്തീരും. നന്ദി, നമസ്കാരം.